ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ SS ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 2-ാമത്തെ ഭാഗമായിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. അതിൽ 1-ാമത്തെ ചോദ്യം, അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് വിവരിക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗം ഏതാണ്? ഉത്തരം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. 2. ഒരുവനെ വിട്ടുപോകുന്ന അശുദ്ധാത്മാവ് എവിടെയാണ് ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നത്? ഉത്തരം വരണ്ട സ്ഥലങ്ങളിൽ. 3. ഡാഷ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. 11:24 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം അശുദ്ധാത്മാവ്. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. 4. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം അലഞ്ഞു നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം ആശ്വാസം തേടി. 5. വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്ന അശുദ്ധാത്മാവ് ആശ്വാസം കണ്ടെത്താതെ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഉത്തരം ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ അവൻ തിരിച്ചു ചെല്ലും. 6. അശുദ്ധാത്മാവ് താൻ ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അത് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഉത്തരം ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. 7. അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ട ഭവനം കാണുന്ന അശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? ഉത്തരം അവൻ പോയി തന്നേക്കാൾ ദുഷ്ടന്മാരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. 8. അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ട വീട്ടിലേക്ക് അശുദ്ധാത്മാവ് തന്നേക്കാൾ ദുഷ്ടരായ എത്ര അശുദ്ധാത്മാക്കളെ കൂടിയാണ് കൊണ്ടുവരുന്നത്? ഉത്തരം 7 അശുദ്ധാത്മാക്കളെ കൂടി. 9. മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് വാസമുറപ്പിക്കുന്ന ആ മനുഷ്യൻ്റെ സ്ഥിതി എങ്ങനെയായി തീരുന്നു? ഉത്തരം ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. 10. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 5-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം മഹത്തായ ഭാഗ്യം. 11. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 2 വാക്യം മാത്രം ഉൾപ്പെടുന്ന ശീർഷകം ഏതാണ്? ഉത്തരം മഹത്തായ ഭാഗ്യം. 12. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. എവിടെ നിന്നാണ് ഒരു സ്ത്രീ യേശുവിനോട് ഇത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്? ഉത്തരം ജനക്കൂട്ടത്തിൽ നിന്ന്. 13. ഏത് സന്ദർഭത്തിലാണ് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് ഒരു സ്ത്രീ ജനക്കൂട്ടത്തിൽ നിന്നും ഉച്ചത്തിൽ യേശുവിനോട് വിളിച്ചു പറഞ്ഞത്? ഉത്തരം അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെ പറ്റി യേശു അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. 14. അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് യേശു അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് എന്താണ്? ഉത്തരം നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. 15. ജനക്കൂട്ടത്തിൽ നിന്നും സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് കേട്ട യേശു പറഞ്ഞത് എന്തായിരുന്നു? ഉത്തരം ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. 16. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 6-ാമത്തെ ശീർഷകം ഏത്? ഉത്തരം യോനായുടെ അടയാളം. 17. 11:29 പ്രകാരം ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ യേശു എന്താണ് പറഞ്ഞു തുടങ്ങിയത്? ഉത്തരം ഈ തലമുറ ദുഷിച്ച തലമുറയാണ്, ഇത് അടയാളം അന്വേഷിക്കുന്നു. 18. യേശു ഈ തലമുറ ദുഷിച്ച തലമുറയാണെന്ന് പറയുവാനുള്ള കാരണമെന്ത്?
ഉത്തരം ഇത് അടയാളം അന്വേഷിക്കുന്നു. 19. ഈ തലമുറ ദുഷിച്ച തലമുറയാണെന്ന് യേശു പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ. 20. എന്നാൽ ഏതടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ലെന്നാണ് യേശു 11:29 പറയുന്നത്. ഉത്തരം യോനായുടെ അടയാളം. 21. യോന ആർക്കാണ് അടയാളമായിരുന്നത്? ഉത്തരം നിനവേക്കാർക്ക്. 22. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കുന്നത് ആരാണ്? ഉത്തരം മനുഷ്യപുത്രൻ. 23. 11:31 അനുസരിച്ച് വിധി ദിനത്തിൽ ഈ തലമുറയോടൊപ്പം ഉയർപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ദക്ഷിണദേശത്തെ രാജ്ഞിയെ. 24. വിധി ദിനത്തിൽ ദക്ഷിണദേശത്തെ രാജ്ഞിയെ ആരോടൊപ്പമാണ് ഉയർപ്പിക്കപ്പെടുന്നത്? ഉത്തരം ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം. 25. ദക്ഷിണദേശത്തെ രാജ്ഞി ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ്? ഉത്തരം വിധി ദിനത്തിൽ. 26. ദക്ഷിണദേശത്തെ രാജ്ഞി ഈ തലമുറയെ എന്താണ് ചെയ്യുന്നത്? ഉത്തരം കുറ്റം വിധിക്കും. 27. സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കുന്നതിനു വേണ്ടി ദക്ഷിണദേശത്തെ രാജ്ഞി എവിടെ നിന്നാണ് വന്നത്? ഉത്തരം ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന്. 28. ദക്ഷിണദേശത്തെ രാജ്ഞി ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും വന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ. 29. 11:31 പ്രകാരം എന്നാൽ ഇതാ ഇവിടെ ആരുണ്ട് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം സോളമനേക്കാൾ വലിയവൻ. 30. 11:32 പ്രകാരം വിധി ദിനത്തിൽ ആരാണ് ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്ന് പറയുന്നത്? ഉത്തരം നിനവേ നിവാസികൾ. 31. യോനായുടെ പ്രസംഗം കേട്ട് പശ്ചാത്തപിച്ചത് ആരാണ്? ഉത്തരം നിനവേ നിവാസികൾ. 32. വിധി ദിനത്തിൽ നിനവേ നിവാസികൾ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും കുറ്റം വിധിക്കുകയും ചെയ്യും എന്ന് പറയാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചതുകൊണ്ട്. 33. സോളമനേക്കാളും യോനായേക്കാളും വലിയവൻ ആരാണ്? ഉത്തരം മനുഷ്യപുത്രൻ യേശു. 34. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 7-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക്. 35. വിളക്ക് കൊളുത്തി ആരും എവിടെയാണ് വയ്ക്കാറില്ലാത്തത്? ഉത്തരം നിലവറയിലോ പറയുടെ കീഴിലോ. 36. മറിച്ച് വിളക്ക് കൊളുത്തി എവിടെയാണ് വയ്ക്കുന്നത്? ഉത്തരം പീഠത്തിന്മേൽ. 37. എന്തിനു വേണ്ടിയാണ് വിളക്ക് കൊളുത്തി പീഠത്തിന്മേൽ വയ്ക്കുന്നത്? ഉത്തരം അകത്തു പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ വേണ്ടി. 38. ശരീരത്തിൻ്റെ വിളക്ക് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം കണ്ണ്. 39. കണ്ണ് കുറ്റമറ്റതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം ശരീരം മുഴുവൻ പ്രകാശിക്കും. 40. കണ്ണ് ദുഷിച്ചതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ശരീരം മുഴുവനും ഇരുണ്ടുപോകും. 41. 11:35 പ്രകാരം അതുകൊണ്ട് എന്ത് സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് യേശു പറയുന്നത്? ഉത്തരം നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചുകൊള്ളുക. 42.
11:36 അനുസരിച്ച് ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ എന്തുപോലെയാണ് ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കുന്നത്? ഉത്തരം, വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ. 43. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ അവസാന ശീർഷകം ഏതാണ്? ഉത്തരം, ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കപടനാട്യം. 44. 11:37 പ്രകാരം യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചത് ആരാണ്? ഉത്തരം, ഒരു ഫരിസേയൻ. 45. എപ്പോഴാണ് ഒരു ഫരിസേയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി യേശുവിനെ ക്ഷണിച്ചത്? ഉത്തരം, യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. 46. 11:38 അനുസരിച്ച് ഫരിസേയർ അത്ഭുതപ്പെടാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം, ഭക്ഷണത്തിന് മുമ്പ് യേശു കഴുകി ശുദ്ധി വരുത്താത്തതിനെക്കുറിച്ച്. 47. ഭക്ഷണത്തിന് മുമ്പ് യേശു കഴുകി ശുദ്ധി വരുത്താത്തതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ടത് ആരാണ്? ഉത്തരം, ഭക്ഷണത്തിന് ക്ഷണിച്ച ഫരിസേയൻ. 48. 11:39 പ്രകാരം ഫരിസേയരായ നിങ്ങൾ എന്ത് കഴുകി വെടിപ്പാക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം, ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു എന്ന്. 49. 11:39 പ്രകാരം നിങ്ങളുടെ അകം എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് യേശു ഫരിസേയരോട് പറഞ്ഞത്? ഉത്തരം, കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 50. ഭോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? 11:40 പ്രകാരം ഇത് ആരോട് ചോദിച്ചതാണ്? ഉത്തരം, കർത്താവ് ഫരിസേയരോട് ചോദിച്ചത്. 51. 11:41 പ്രകാരം എപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും എന്നാണ് കർത്താവ് ഫരിസേയരോട് പറഞ്ഞത്? ഉത്തരം, നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. 52. 11:42 ആരോടാണ് യേശു നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുന്നത്? ഉത്തരം, ഫരിസേയരോട്. 53. ഫരിസേയർ ഏതെല്ലാം ചെടികളുടെ ദശാംശം കൊടുക്കുന്നു എന്നാണ് 11:42 യേശു പറയുന്നത്? ഉത്തരം, അരുതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും. 54. എന്നാൽ ഫരിസേയർ എന്ത് അവഗണിച്ചു കളയുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും. 55. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ ഡാഷ് തന്നെ 11:42 അനുസരിച്ച് പൂരിപ്പിക്കുക. ഉത്തരം, അവഗണിക്കാതെ. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. 56. ഫരിസേയർ സിനഗോഗുകളിൽ എന്താണ് അഭിലഷിക്കുന്നത്? ഉത്തരം, പ്രമുഖ സ്ഥാനം. 57. ഫരിസേയർ പൊതു സ്ഥലങ്ങളിൽ എന്താണ് അഭിലഷിക്കുന്നത്? ഉത്തരം, അഭിവാദനം. 58. 11:44 കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ എന്ന് യേശു ആരെക്കുറിച്ചാണ് കുറ്റപ്പെടുത്തി പറയുന്നത്? ഉത്തരം, ഫരിസേയരെക്കുറിച്ച്. 59. അതിൻ്റെ മീതെ നടക്കുന്നവൻ അത് അറിയുന്നുമില്ല ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ഫരിസേയരെക്കുറിച്ച്. 60. ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. 11:45 അനുസരിച്ച് ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം, നിയമജ്ഞരിൽ ഒരാൾ യേശുവിനോട്. 61. 11:46 യേശു ആർക്കാണ് ദുരിതമെന്ന് പറയുന്നത്? ഉത്തരം, നിയമജ്ഞർക്ക്. 62.
11:46 പ്രകാരം നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു നിയമജ്ഞരോട് പറയാനുള്ള കാരണം എന്താണ്? ഉത്തരം: നിയമജ്ഞർ താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നു. അവരെ സഹായിക്കുവാൻ വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. 63. മനുഷ്യരുടെ മേൽ താങ്ങാനാവാത്ത ചുമടുകൾ കെട്ടിയേൽപ്പിക്കുകയും ഒരു ചെറുവിരൽ പോലും അനക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഉത്തരം: നിയമജ്ഞർ. 64. പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് കല്ലറകൾ പണിയുന്നത് ആരാണ്? ഉത്തരം: നിയമജ്ഞർ. 65. നിയമജ്ഞർ ആർക്കാണ് കല്ലറകൾ പണിയുന്നത്? അവരുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർ. 66. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നു. എങ്ങനെ? ഉത്തരം: പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറ പണിതുകൊണ്ട്. 67. ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും. ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഉത്തരം: ദൈവത്തിൻ്റെ ജ്ഞാനം. 68. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ഉത്തരം പറയേണ്ടി വരുന്നത് ആരാണ്? ഉത്തരം: ഈ തലമുറ. 69. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട പ്രവാചകൻ ആര്? ഉത്തരം: സക്കറിയ. 70. വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ആരാണ്? നിയമജ്ഞർ. വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിട്ടും അകത്തു പ്രവേശിക്കാതിരുന്നത് ആരാണ്? ഉത്തരം: നിയമജ്ഞർ. 72. അകത്തു പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തിയത് ആരാണ്? ഉത്തരം: നിയമജ്ഞർ. 73. 11:53 പ്രകാരം യേശു അവിടെ നിന്ന് പോകവേ ആരെല്ലാമാണ് കോപാകുലരായി പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിച്ചത്? ഉത്തരം: നിയമജ്ഞരും ഫരിസേയരും. 74. 11:54 അനുസരിച്ച് യേശു പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കിയിരുന്നത് ആരാണ്? ഉത്തരം: നിയമജ്ഞരും ഫരിസേയരും. ഇത്രയും ചോദ്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. നല്ലോണം പഠിക്കാം. പിന്നെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സപ്പോർട്ടും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.